ഇടതുകോട്ടയായി ഏറെക്കാലം വാഴ്ത്തപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് പാലക്കാട്. 2019 തെരഞ്ഞെടുപ്പിൽ ബാലികേറാമലയല്ലെന്ന് കോൺഗ്രസ് തെളിയിച്ച മണ്ഡലം. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ പാലക്കാട്ടെ രാഷ്ട്രീയം അവിടുത്തെ കാലാവസ്ഥ പോലെ തന്നെ കൊടും ചൂടിലാണ്. നഷ്ടപ്പെട്ട കോട്ട വീണ്ടെടുക്കാൻ LDFും പിടിച്ചടക്കിയത് നിലനിർത്താനുമുള്ള UDFിന്റെ പോരാട്ടമാണ് ഇത്തവണ പാലക്കാട്ട്. അട്ടിമറി വിജയം ലക്ഷ്യമിട്ട് BJPയും ശക്തമായി തന്നെ കളത്തിലുണ്ട്. സ്ഥാനാർത്ഥികളെ നമുക്കറിയാവുന്നവർ തന്നെയാണ്. VK ശ്രീകണ്ഠൻ സിറ്റിംഗ് MP, A വിജയരാഘവൻ CPIM മുതിർന്ന നേതാവ്, C കൃഷ്ണകുമാർ BJPക്ക് വേണ്ടിയും ഇറങ്ങുന്നു പാലക്കാട്ട്. വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇക്കുറി പാലക്കാട്ട് എന്നുകൂടി വളരെ പെട്ടെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വോട്ട് വിഷയങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂനപക്ഷ വോട്ടുകളാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി ആരെ തുണയ്ക്കും? റെയിൽവേ, റോഡ് വികസനം, അതൊക്കെ പാലക്കാട്ടുകാർ കാത്തിരിക്കുന്നതാണ്. അതിനാര് പരിഹാരം കൊണ്ടുവരും? അട്ടപ്പാടി ആദിവാസി മേഖലയുടെ വികസനം കടലാസിൽ ഒതുങ്ങരുത്, അത് ആര് നടപ്പാക്കും? നഗരത്തിലെ വ്യാപാരികൾക്കുമുണ്ട് പ്രശ്നങ്ങൾ, അത് ആര് പരിഹരിക്കും? രാഷ്ട്രീയ പാർട്ടികളിലെ വിഭാഗീയ പ്രശ്നങ്ങൾ ആരുടെയൊക്കെ വോട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റുമെന്നതും വിഷയമാണ്. നമുക്ക് നോക്കാം. ഇക്ബാൽ അറക്കൽ പാലക്കാടിന്റെ ജനമനസ്സറിഞ്ഞ് നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, അവസാന മിനിറ്റിലേക്ക് എത്തുമ്പോൾ ട്രെൻഡ് ആർക്കൊപ്പമാണ് പാലക്കാട്? സംസ്ഥാനത്ത് തന്നെ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. പതിറ്റാണ്ടുകാലം CPMനൊപ്പം ഉണ്ടായിരുന്ന മണ്ഡലം വലിയൊരു പോരാട്ടം നടത്തിയാണ് കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ UDFിന്റെ കൈകളിലേക്ക് എത്തിച്ചത്. ഇത്തവണ ആ മണ്ഡലം UDFിൽ തന്നെ നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് VK ശ്രീകണ്ഠൻ നടത്തുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായിട്ടുള്ള പോരാട്ടമാണ് ഇത്തവണ പാലക്കാട് നടക്കുന്നത്. നീണ്ട കാലങ്ങൾക്ക് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം നഷ്ടപ്പെട്ടിരുന്നു. ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി പാലക്കാട്ടെ മുൻ MPയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള A വിജയരാഘവനെയാണ് CPM കളത്തിലിറക്കിയിരിക്കുന്നത്. BJP ആണെങ്കിൽ 2014 ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്ന വോട്ടിനേക്കാൾ 80,000-ലധികം വോട്ടുകൾ 2019 സ്വരൂപിച്ച C കൃഷ്ണകുമാറിനാണ് ഇത്തവണയും മണ്ഡലത്തിൽ ഇറക്കിയിട്ടുള്ളത്. കൃഷ്ണകുമാറിന്റെ ജനകീയ മുഖം മണ്ഡലത്തിൽ ഏറെ വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. പാലക്കാട് ട്രെൻഡ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ അത് ആർക്കൊപ്പം നിൽക്കുന്നു അവർക്കായിരിക്കും ഇത്തവണയും വിജയം നൽകുക. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. പട്ടാമ്പിയിലെയും മണ്ണാർക്കാട്ടെയും ന്യൂനപക്ഷ വോട്ടുകളാണ് VK ശ്രീകണ്ഠന് പാർലമെന്റിലേക്കുള്ള ടിക്കറ്റിനെ വഴിയൊരുക്കിയത്. ഇത്തവണയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും 30%-ലധികം ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. ഇതിലാണ് മൂന്ന് മുന്നണികളുടെയും കണ്ണുള്ളത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കർഷകരുടെ പ്രശ്നങ്ങളാണ്. ഈ കർഷകർക്ക് വേണ്ടി ആരാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തതെന്നാണ് ഇപ്പോൾ മണ്ഡലത്തിൽ ഏറ്റവും ഉയരുന്ന ഒരു ചർച്ചാ വിഷയം. അത് VK ശ്രീകണ്ഠൻ MP ആണോ, ഇടത് സർക്കാരാണോ, കേന്ദ്ര സർക്കാരാണോ എന്നുള്ളതാണ് ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികളെ അതുപോലെ തന്നെ മുന്നണികളുടെയും ഇടയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ തവണ CPMന് ഒരു തോൽവി നൽകിയത് CPMനകത്തുണ്ടായിരുന്ന വലിയൊരു വിഭാഗീയ പ്രശ്നങ്ങളായിരുന്നു. ഇത്തവണ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ബൂത്ത് ലെവലിൽ നിന്ന് തന്നെ പ്രവർത്തനങ്ങൾ ശക്തമാക്കിക്കൊണ്ട് മണ്ഡലം പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് CPM. കോൺഗ്രസിനകത്തും BJPക്കകത്തും വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാതെ എല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും വോട്ടുകൾ സ്വരൂപിക്കാമെന്നാണ് UDFിന്റെയും അതുപോലെ തന്നെ BJPയുടെയും കണക്കുകൂട്ടൽ. ഏതായാലും സംസ്ഥാനത്ത് തന്നെ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് ഇത്തവണ ചൂട് പിടിക്കും എന്ന് തന്നെ വേണം പറയാൻ. സുജയ, ഓക്കെ, താങ്ക് യു. ഇക്ബാലാണ് പാലക്കാട്ടെ ഇപ്പോഴത്തെ ജനമനസ്സ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കിനി നോക്കാം പാലക്കാടിന്റെ KYC. പാലക്കാട്ടെ സ്ഥാനാർത്ഥികളെ ഒന്ന് അടുത്തറിയാം. പാലക്കാട്ടെ 3 സ്ഥാനാർത്ഥികളുടെയും വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് വന്നു കഴിഞ്ഞാൽ VK ശ്രീകണ്ഠൻ സിറ്റിംഗ് MP BA ഹിസ്റ്ററി ബിരുദധാരിയാണ്. A വിജയരാഘവൻ BA, ഒപ്പം LLB ബിരുദധാരിയാണ്. C കൃഷ്ണകുമാർ BCom ബിരുദധാരിയാണ്. സ്ഥാനാർത്ഥികൾ മൂവരുടെയും വിദ്യാഭ്യാസ യോഗ്യത ഇതൊക്കെയാണ്. പാലക്കാട്ട് ഇത്തവണ ആർക്കൊപ്പമാണ് ജനമനസ്സെന്നറിയാൻ നമുക്ക് വോട്ട് എണ്ണുന്നത് വരെ കാത്തിരിക്കണം. തീ പാറുന്ന പോരാട്ടമാണ് ഇക്കുറി.